എനിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. എത്രയും സ്നേഹമുള്ളവർ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വചനത്തിലൂടെ കൂടുതൽ ആഴപ്പെട്ട് നല്ലൊരു ദിവസത്തിലൂടെ കടന്നു പോകാൻ ഈശോ നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സഹായം നമുക്ക് അപേക്ഷിക്കാം. ഒന്ന് ചേർന്നുകൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉരുത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മയുടെ സഹായത്തോടൊപ്പം തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സംരക്ഷണത്തിനും അതുപോലെ വചനം കൂടുതൽ ആഴപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നിയോഗം വെക്കാം. ഇന്ന് ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ അറിവിൽ കുടുംബ സമാധാനം ഇല്ലാതെ കഴിയുന്നവർ എന്ന് പറഞ്ഞാൽ മറ്റ് പല കാരണങ്ങളെ കൊണ്ടല്ല, കുടുംബത്തിൻ്റെ അകത്ത് വഴക്കിൽ, സൗന്ദര്യപ്പിണക്കം, അങ്ങനെ എന്തെങ്കിലും വഴക്കുകളിൽ കഴിയുന്നവർ. ഇപ്പോൾ ഉദ്ദേശിച്ചത് സാമ്പത്തിക പ്രശ്നം കാരണം, രോഗം കാരണം സമാധാനമില്ലാതെ കഴിയുന്നവരല്ല, വേറെ വഴക്കുകളായിട്ട് കഴിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് സമാധാനത്തിലേക്ക് ആ കുടുംബം വരാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവർ, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 26-ാം അധ്യായത്തിലെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മൾ വചനം ഇങ്ങനെയാണ് കേൾക്കുന്നത്. വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറക്കുവിൻ. അങ്ങിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവയിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങിൽ ആശ്രയിക്കുന്നു. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. പ്രിയമുള്ളവരെ, ഇവിടെ ഈ വചനഭാഗത്ത് 2 മുതൽ 4 വരെയാണ്. അതിലെ 3-ാമത്തെ വചനമാണ് നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ, അങ്ങിൽ ഹൃദയമുറപ്പിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. സമാധാനത്തിൻ്റെ തികവിൽ, സമാധാനം, അതാണ് പ്രധാനം. സമാധാന തികവിൽ സംരക്ഷിക്കുന്നു. നമുക്ക് ഈ ഒരു കുറച്ച് നേരം ഈ സമാധാനം എന്താണ്, ഇങ്ങനെ ഒരു സമാധാനം, പീസ് അല്ലേ, ശലോം എന്ന് പറയുന്നത്, അങ്ങനത്തെ ഒരു ചിന്ത വരാനായിട്ടുള്ളൊരു കാരണം സമാധാനം. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് പലയിടങ്ങളിലും നിത്യ ആരാധന ചാപ്പലുകളുണ്ടല്ലേ. പല സെൻറ്ററുകളായിട്ട് പല ഇടങ്ങളിൽ, പല ദേവാലയങ്ങളിൽ
ഒരുപക്ഷെ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ടുള്ള ദേവാലയങ്ങളോട് ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരു 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 നിത്യ ആരാധന ചാപ്പലുണ്ടാവും. ചിലപ്പോൾ ചില ജംഗ്ഷനുകളിൽ പള്ളിയോടുകൂടിയൊക്കെ ചേർന്ന് എപ്പോഴും ആർക്ക് വേണമെങ്കിലും കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ പാകത്തിന് ഒരു നിത്യ ആരാധന ചാപ്പൽ പലയിടത്തും ഉണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഏത് നേരത്തിലും ആരെങ്കിലുമായിട്ട് ഈ നിത്യ ആരാധന ചാപ്പലിലുണ്ടാവും അല്ലേ. വളരെ സ്വസ്ഥമായിട്ട് വന്ന് ഇരിക്കാൻ പറ്റിയൊരിടം. എന്തുകൊണ്ടായിരിക്കാം പലരും സമയം കണ്ടെത്തി ഈ നിത്യ ആരാധന ചാപ്പലിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായി സമാധാനമായിട്ട് നിത്യ ആരാധന ചാപ്പലിൽ നമുക്ക് ഇരിക്കാൻ പറ്റും. ഒരൊച്ചയുമില്ല, ബഹളവുമില്ല. നമുക്കിന് അരുളിക്കയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുനാഥനെ കണ്ടിങ്ങനെ നമുക്കിരിക്കാൻ പറ്റും. ഒരു സമാധാനമാണ് അല്ലേ. ഈ ഒരു കാഴ്ചയാണ് ഈ സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് പ്രചോദനമായത്. എന്ന് പറഞ്ഞാൽ ഇവർ എന്തുകൊണ്ടാണ് നിത്യാരാധന ചാപ്പൽ വന്നിരിക്കുന്നത്? അതൊരു ഒരു സമാധാനത്തിൻ്റെ ഒരു സ്രോതസ്സാണത്. കർത്താവിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ വെറുതെ ഇങ്ങനെ മണിക്കൂറുകളോളം കുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ എവിടെയും കിട്ടാത്ത ഒരു സമാധാന അന്തരീക്ഷം നിത്യാരാധന ചാപ്പലിൽ കർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ വായിച്ചത് യെശയ്യാ പ്രവാചകൻ 26 വായിച്ചതെന്ന് 26 3 വാക്യത്തിൽ, അങ്ങിൽ ഹൃദയം ഉറപ്പിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ അടുക്കൽ സമാധാനമുണ്ട്. നമുക്ക് വളരെയധികം വേണ്ടതും പക്ഷെ പലപ്പോഴും ഇല്ലാതെ പോകുന്നതുമായിട്ടുള്ള കാര്യമാണ് സമാധാനം. സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ നമ്മൾ പഴയ നിയമ യേശുവിൻ്റെ കാലഘട്ടങ്ങളിൽ അവർ പരസ്പരം അഭിവാദനം ചെയ്തിരുന്നത് ശലോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് രാവിലെ ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്ക് ഗുഡ് ആഫ്റ്റർനൂൺ, വൈകുന്നേരം ഗുഡ് ഈവനിങ്, രാത്രി കിടക്കാൻ പോകുമ്പോൾ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഭിവാദനം ചെയ്യും, ഗ്രീറ്റിംഗ് ചെയ്യും. പക്ഷേ പണ്ട് യേശുവിൻ്റെ കാലഘട്ടത്തൊക്കെ അവർ പരസ്പരം അഭിവാദനം ചെയ്തിരുന്നത് ശലോം എന്നാണ് പറയുന്നത്. ശലോം എന്താണ് ശലോമിൻ്റെ അർത്ഥം? സമാധാനം. സമാധാനം, കർത്താവിൻ്റെ സമാധാനം. അപ്പോൾ പണ്ട് പരസ്പരം അവർ വിഷ് ചെയ്തിരുന്നത് പോലും, ഗ്രീറ്റിങ്സ് ചെയ്തിരുന്നത് പോലും ശലോം എന്നാണ്, സമാധാനം. നിങ്ങൾക്ക് എപ്പോഴും സമാധാനം ഉണ്ടായിരിക്കും. രാവിലെ കണ്ടാലും ഉച്ചക്ക് കണ്ടാലും വൈകുന്നേരം കണ്ടാലും രാത്രി കണ്ടാലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ പ്രിയമുള്ള കർത്താവിൻ്റെ അടുക്കൽ സമാധാനം. അതുകൊണ്ടാണ് നിത്യാരാധന ചാപ്പലുകളിൽ പലപ്പോഴും ജനനിബിഡമായി എപ്പോഴും ചെറിയൊരു ഏരിയ ആയിരിക്കും നിത്യാരാധന ചാപ്പൽ. ആ ചെറിയ ഏരിയയിൽ എപ്പോഴും ആളുണ്ടാവും. കർത്താവിൻ്റെ അടുക്കൽ എന്തുണ്ട്? സമാധാനം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ആർക്കാണ് സമാധാനമുള്ളത്? അതിന് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ ആർക്കൊക്കെ പറ്റുന്നുണ്ട് അവരൊക്കെ സമാധാനമുള്ളവരാണ്. അതിത്തിരി ഒരു വൈഡായിട്ടുള്ളൊരു ചിന്തയാണ്. എങ്കിൽ പോലും സ്വസ്ഥമായിട്ട് ആർക്കൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ അവർക്കൊക്കെ സമാധാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സങ്കീർത്തനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളോടൊന്ന് പറയുകയാണ്, ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. അല്ലേ? എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് കർത്താവാണ്. ഞാൻ എങ്ങനെ കിടന്നുറങ്ങും? ഞാൻ പ്രശാന്തമായി സമാധാനത്തിൽ കിടന്നുറങ്ങും. സങ്കീർത്തനം 4:8 നമ്മൾ വായിക്കുന്നത്. ഞാൻ സമാധാനത്തിൽ കിടന്നുറങ്ങും, കാരണം കർത്താവാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്, എനിക്ക് സമാധാനം നൽകുന്നത് കർത്താവാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമാധാനം തിരക്കി ആശ്വാസം നിലയ്ക്ക് നിങ്ങൾ അവിടെ ഇവിടെയോ തേരാ പാരെ
പണം മുടക്കി ഒന്നും പോകേണ്ട ആവശ്യമില്ല. കർത്താവ് നിങ്ങൾക്ക് സമാധാനം നൽകും. നിത്യാരാധന ചാപ്പലുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ്. കർത്താവ് അവിടെ വന്നിരിക്കുമ്പോൾ വേറെ തുക മുടക്കി കാശ് മുടക്കി നമ്മൾ എവിടെ പോയാൽ പോലും കർത്താവ് നമുക്ക് ഈ ഒരു സമാധാനം, കർത്താവിൻ്റെ കൂടെ ഇരുന്നാൽ കർത്താവ് നമുക്ക് തരുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോഴേക്കും അവിടെ ആരെയും മോശമാക്കി കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഒരു ചേട്ടൻ സംസാരിക്കാൻ വന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാൽ ഉറക്കമില്ല, ടെൻഷൻ, ബുദ്ധിമുട്ടാണ്, ഉറക്കമില്ല. ഞാൻ എൻ്റെ അടുത്ത് വന്ന ചേട്ടനെ മോശമാക്കി കാണിക്കാൻ പറയാം, അദ്ദേഹത്തിൻ്റെ സാഹചര്യമാണതാണ്. ഞാൻ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ അടിമുടിയൊന്ന് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിലും കയ്യിലൊക്കെ ആയിട്ട് നല്ല വിലപിടിപ്പുള്ള ആഭരണങ്ങൾ നല്ല തൂക്കത്തിലൊക്കെ ഉള്ളതുണ്ട്. സമ്പന്നനാണ്. അദ്ദേഹത്തിന് മട്ടും ഭാവവും അദ്ദേഹത്തിൻ്റെ ആ പ്രകൃതവും ഇതൊക്കെ കാണുമ്പോഴേക്കും, അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങളെ കാണുമ്പോഴേക്കും അദ്ദേഹം സമ്പന്നനാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഉറക്കമില്ല, മര്യാദക്കൊന്നും ഉറങ്ങാൻ ടെൻഷൻ. അദ്ദേഹത്തിൻ്റെ സമ്പത്തോ അദ്ദേഹത്തിൻ്റെ പൊസഷൻസോ എന്തെങ്കിലും അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ടോ നേരെ ചൊവ്വയിരിക്കാൻ വേണ്ടി? ഇല്ല. അപ്പം ഞാൻ അദ്ദേഹത്തെ മോശമാക്കി കാണിക്കാൻ വേണ്ടി പറയുന്നില്ല. അദ്ദേഹം വന്നിട്ട് തീർത്ഥാടകൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ എനിക്ക് കുറച്ച് സമാധാനം വേണം, എൻ്റെ കയ്യിലുള്ള പണമോ എൻ്റെ ജോലിയോ എൻ്റെ ബിസിനസ്സോ എൻ്റെ പ്രതാപമോ എൻ്റെ പദവികളോ അതൊന്നും എനിക്ക് സമാധാനം നൽകുന്നില്ല. എനിക്ക് കർത്താവ് സമാധാനം തരട്ടെ, എനിക്ക് തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം എന്ന് പറയാം, അച്ഛാ എനിക്ക് സമാധാനം, ഒരു ഉറക്കമില്ല, കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വേറെ ഒന്നിനും ആർക്കും സാഹചര്യത്തിനും പണത്തിനോ പ്രതാപത്തിനോ പദവിക്കോ തരാൻ പറ്റുന്നൊരു കാര്യമല്ല സമാധാനം. അത് കർത്താവ് നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോഴേക്കും പ്രാർത്ഥിക്കുമ്പോഴേക്കും നമുക്ക് പറ്റട്ടെ, കർത്താവെ അങ്ങിൽ മാത്രമാണ്. നമ്മൾ സങ്കീർത്തനം 4:8 പറഞ്ഞ പോലെ ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്ന് പറഞ്ഞാൽ ഞാൻ സമാധാനത്തിൽ കിടന്നുറങ്ങും. എപ്പോഴാണ്? കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതമായിട്ടുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ പ്രിയമുള്ളവരെ, കർത്താവിങ്കിലേക്ക് തിരിയാൻ പറ്റട്ടെ. നിങ്ങൾക്കൊരു ബീച്ചിൽ പോയാലോ സിനിമയ്ക്ക് പോയാലോ അതിനൊന്നും പോകാൻ പാടില്ല എന്നല്ല പറയുന്നത്. ഒരു സമാധാനം കിട്ടുന്ന സാഹചര്യം, മദ്യപാനമോ മയക്കുമരുന്നോ കഞ്ചാവോ ലഹരിയോ, ഇതെല്ലാത്തിനേക്കാളും അധികം സമാധാനം കർത്താവ് നിങ്ങൾക്ക് തരും. കർത്താവിൻ്റെ അടുക്കൽ, എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ ഈ വചനം കൂടുതൽ ആഴത്തെ ബലപ്പെട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനായ ദൈവമേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സംരക്ഷണവും സഹായവും യാചിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഈ നിമിഷത്തിൽ. കർത്താവെ, അങ്ങ് മാത്രമാണ് സമാധാനത്തിൻ്റെ സ്രോതസ്സ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. വളരെ പ്രത്യേകിച്ച് ഞങ്ങളെ സ്വർഗീയ മധ്യസ്ഥയും ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥ പരിശുദ്ധ അമ്മ, വിശുദ്ധ യൗസേപ്പിത, മാലാഖമാർ, ഇവരെല്ലാവരെയും മാധ്യസ്ഥ ഞങ്ങൾ യാചിക്കുകയാണ്. ഈശോയെ, കൂടുതൽ മറ്റ് ബാഹ്യ മോടികളിലോ വർണ്ണശബളതകളിലോ ഞങ്ങളുടെ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഉടക്കാതെ കർത്താവിൽ മാത്രമാണ് യഥാർത്ഥ സമാധാനമെന്നറിയാൻ ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങ് സഹായം നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ.
ഒന്നിക്കുന്നു
സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ എല്ലാ കാർഡിനാൾമാരോടും എല്ലാ ബിഷപ്പന്മാരോടും പരിശുദ്ധ പിതാവിനോടും ചേർന്നുകൊണ്ട് അൽമായരോടും സന്യാസികളോടും ചേർന്നുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടൊന്ന് ചേർന്ന് കടന്നു പോകാം. മരിയം കൂടാരത്തിൽ നമുക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമുക്ക് പ്രത്യേകം നമ്മുടെ സമയം കിട്ടുമ്പോഴൊക്കെ പരസ്പരം ബലപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് ക്രിസ്തുവിൽ ഒന്നു ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈശോ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.